വിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അനുഗ്രഹീതവുമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാണെന്നാണ് ഖുർആൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് ഈ രാത്രിയിലാണ്. ഈ ഒരു രാത്രിയിൽ നടക്കുന്ന ആരാധന കർമ്മങ്ങൾക്ക് 1000 മാസത്തേക്കാൾ ഏകദേശം 83 വർഷം ആരാധന നടത്തുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കുമെന്ന് ഖുർആൻ സൂറത്തുൽ ഖദർ വ്യക്തമാക്കുന്നു. ഖദർ എന്ന പദത്തിന് വിധി, ബഹുമാനം, ഇടുക്കം എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. ഈ രാത്രിയിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അടുത്ത ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിൽ 21, 23, 25, 27, 29 എന്നീ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്കിലും റമദാൻ 21-ാം രാവിലാണ് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നത്. വിശ്വാസികൾ ഈ രാത്രിയിൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയും തറാവീഹ്, തഹജ്ജുദ് തുടങ്ങിയ നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകുകയും ചെയ്യുന്നു. ഈ ഒരു രാത്രിയിൽ സുന്നത്ത് നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുന്ന വചനങ്ങളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുക. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പള്ളിയിൽ ഭജനമിരിക്കുന്നത് ലൈലത്തുൽ ഖദർ ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗ്ഗമാണ്. ലൈലത്തുൽ ഖദറിൽ നൽകുന്ന ദാനധർമ്മത്തിന് 83 വർഷം ദാനം ചെയ്തതിനേക്കാൾ പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലൈലത്തുൽ ഖദറിന്റെ കൃത്യമായ സമയം അള്ളാഹു രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ പുണ്യരാവിനെ തിരിച്ചറിയാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില അടയാളങ്ങൾ വിവരിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് അടയാളങ്ങൾ എന്നറിയുമോ? ആ രാത്രി വളരെ പ്രസന്നവും ശാന്തവുമായിരിക്കും. അന്തരീക്ഷത്തിൽ അമിതമായ ചൂടോ തണുപ്പോ അനുഭവപ്പെടില്ല. ലൈലത്തുൽ ഖദറിന് ശേഷമുള്ള പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് കടുത്ത രശ്മികളില്ലാത്ത വെളുത്ത നിറത്തിലായിരിക്കും. അത് പൂർണ്ണ ചന്ദ്രനെ പോലെ മൃദുവായ വെളിച്ചവുമായി കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ രാത്രിയിൽ ഇബാദത്തുകളിൽ ആരാധനകളിൽ ഏർപ്പെടുന്ന വിശ്വാസികൾക്ക് സവിശേഷമായൊരു ആത്മീയ അനുഭൂതിയും മനസ്സമാധാനവും അനുഭവപ്പെടും. ആ രാത്രി അമിതമായ ഇരുട്ടുള്ളതായിരിക്കില്ല. ആകാശത്ത് മലക്കുകൾ ഇറങ്ങുന്നതിനാൽ ഒരു പ്രത്യേക പ്രകാശം പ്രകടമാകുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ചിലപ്പോൾ ആ രാത്രിയിൽ നേരിയ തോതിൽ മഴ പെയ്യാനിടയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരമൊരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. പ്രസന്നമായ മൃദുവായ ഒരു കാറ്റ് ആ രാത്രിയിൽ വീശിക്കൊണ്ടിരിക്കും.